രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി AICC നേതൃത്വത്തിന് പരാതി. പരാതിയിന്മേൽ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ KPCCക്ക് നിർദ്ദേശം നൽകി ദീപാദാസ് മുൻഷി. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തിയേക്കും. നിലവിൽ പാലക്കാട് നിയമസഭാംഗമായി തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ പരാതികളോ പരസ്യമായ പ്രതികരണങ്ങളോ ഇല്ലാതിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും കാലം കാര്യങ്ങൾ മുൻപോട്ട് പോയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിൽ MLAയ്ക്കുമായി മുൻപും നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ പരാതികളെല്ലാം തന്നെ മുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ വിഷയങ്ങൾക്ക് പുറമെ പാർട്ടിയിൽ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തലുടെ സാഹചര്യത്തിൽ നിരവധി പ്രതിഷേധ പരിപാടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിലവിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്തും പുറത്തും നിരവധി പ്രതിഷേധങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമായി നിരവധി ഓഡിയോകൾ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പ്രചരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇന്നലെ രാത്രി പാലക്കാട് BJP രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ശ്രീകണ്ഠാപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് കൂടി BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഈ ഒരു അന്വേഷണത്തോടുകൂടി കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് BJP ആരോപിക്കുന്നത്. കേരളത്തിൽ ഇത്ര വലിയ സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് എന്നതിനെപ്പറ്റി യാതൊരു വിവരവും പാർട്ടി പ്രവർത്തകർക്കോ വീട്ടുകാർക്കോ അറിയില്ല. ഇന്നേ ദിവസം പത്തനംതിട്ടയിലും മറ്റുമായി നിരവധി പ്രോഗ്രാമുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നേരത്തെ ചാർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു പ്രോഗ്രാമിലും ഇതുവരെ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തതായി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. നിലവിൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ആരും നിയമപരമായ പരാതികളൊന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എങ്കിൽ കൂടി പരസ്യമായി രാഹുലിനെ വെല്ലുവിളിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ഡിഫോമേഷന്റെ കേസ് കൊടുക്കൂ എന്ന രീതിയിൽ പോലും ആളുകൾ കാര്യങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി. ഏതൊരു വിഷയത്തിലും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ കൃത്യമായ പ്രതികരണങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഈ നിമിഷം വരെയും ഈ ഒരു വിഷയത്തിൽ ഒരു വാക്കുപോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കണം. തന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ പുറത്താണോ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്നത് എന്നും മറ്റു മാധ്യമങ്ങളും മറ്റും ചർച്ച ചെയ്യുന്നു. എന്തൊക്കെയായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിനായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഒരുപറ്റം ആളുകൾ കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, എത്രയും പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം വരുമായിരിക്കാം.